കഴിഞ്ഞുപോയ ചില വിഷയങ്ങളിൽ അതിനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ചില വിഷയങ്ങളിലൊരു ഞാനൊരു എടുത്ത സ്റ്റാൻഡ് നിങ്ങൾക്കൊരു പ്രോ BJP ആയി കണ്ടു. ഞാൻ അങ്ങനെയല്ല കണ്ടത്. ഞാൻ പ്രോ ഗവൺമെൻറ് പ്രോ ഇന്ത്യ ആയിട്ടാണ് കണ്ടത്. ഞാൻ എപ്പോഴും പറയും, ചിലപ്പോൾ ചില വിഷയങ്ങൾ പ്രത്യേകിച്ച് അന്താരാഷ്ട്രീയ കാര്യങ്ങളിൽ എനിക്ക് രാഷ്ട്രീയം പറയാനല്ല ആഗ്രഹം, രാഷ്ട്രത്തിന് വേണ്ടി സംസാരിക്കാനല്ല ആഗ്രഹം. അത് ഞാൻ ഇതൊരു പുതിയ കാര്യം. ഞാൻ എൻ്റെ എല്ലാ പ്രഭാഷണത്തിൽ പറയുന്നൊരു മുദ്രാവാക്യമാണ്. ശ്രീനാരായണ ഗുരു പറയില്ലേ, മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. അതുപോലെ ഞാൻ പറയട്ടെ, രാഷ്ട്രം ഏതായാലും രാഷ്ട്രം നന്നായാൽ മതി. അതെൻ്റെ ഒരു പൂർണ്ണ വിശ്വാസമാണ്. അത് 2009 മുതൽ പറയാൻ തുടങ്ങിയ കാര്യമാണ്. അതും പുതിയതല്ല, തിരുവനന്തപുരംകാർക്ക് ഒരു കേട്ടതാണ്. ഞാൻ ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ, പാർട്ടിയുടെ ലൈനിനെ എതിരിക്കാൻ ഏത് പാർട്ടി അംഗത്തിനും അവകാശമില്ല എന്ന് ഞാൻ സമ്മതിച്ചു. അത് പൂർണ്ണമായിട്ട് പാർലമെന്റ് അകത്ത് എന്തായാലും പാർട്ടി എടുത്ത സ്റ്റാൻഡിൽ എപ്പോഴും ഞാൻ പാർട്ടിയൊപ്പം തന്നെ ഇവിടെ നിന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഒരു ചിന്തയും വേണ്ട. അങ്ങ് നേരത്തെ പറഞ്ഞു മാധ്യമങ്ങളാണ് അങ്ങ് പാർട്ടി വിടുന്ന വാർത്ത കൊടുക്കുന്നത്. അങ്ങേക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും അങ്ങ് കോൺഗ്രസ്സുകാരെ തന്നെ നിൽക്കും, ഒരു BJP-യിലേക്കോ CPM-ലേക്കോ ഒന്നും പോകില്ല എന്ന് ഒരു സ്റ്റാൻഡ് അങ്ങ് പറയാൻ ആവശ്യമുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ പറയാം, ഞാൻ എവിടേക്കും പോകില്ല, ഞാൻ കോൺഗ്രസ് തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പിനെ സജീവമായി കാണും, UDF-ന്റെ വിജയത്തിന് വേണ്ടി ഇറങ്ങും, അതൊക്കെ പറയാം. പക്ഷെ അത് എന്തോന്ന് എന്നോട് മാത്രം ഇത് പറയാൻ ആവശ്യപ്പെടുന്നതാണ് ചോദ്യം. എന്താണ് എൻ്റെ ഒരു കുഴപ്പം? നിങ്ങൾക്ക് എന്നെക്കുറിച്ച് എന്താ നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യം എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ എന്തായാലും ഞാനുണ്ട്, ഇനിയും കണ്ടുകൊണ്ടിരിക്കും. ഇനി ഇപ്പോൾ ഞാൻ അടുത്ത ഇറങ്ങി